ഹലോ, അപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലെ പുതിയ കൊടിമരം വെക്കുന്നതും പിന്നെ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെയും പിന്നെ അതേപോലെ തിരുക്കുടുംബത്തിൻ്റെയും പെരുന്നാൾ ആഘോഷത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഞങ്ങൾ ഈ പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ രാവിലത്തെ കുർബാന 9 മണിയായത് കാരണമാണ് ഇത്രയും വൈകിയത്. അപ്പോൾ 9 മണിക്കത്തെ കുർബാനക്കാണ് പ്രദക്ഷിണം, എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. പ്രദക്ഷിണങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞ് വന്ന് കയറി അപ്പോൾ പള്ളിയിടത്തേക്ക് കയറുന്നതാണ് ഈ കണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നേരെ വീട്ടിൽ വന്ന് ഒരുങ്ങി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടീന വേഗം വന്നിട്ട് റെഡിയാകാനുള്ള പരിപാടിയിൽ നിൽക്കണേണ്. ഹലോ, അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ആദ്യമേ ഞാൻ ചോദിക്കട്ടെ, എങ്ങനത്തെ ഡ്രസ്സ്? അങ്ങനെ സാധനം കണ്ടിട്ടില്ലല്ലോ, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? കൊള്ളാമോ? കോസ്റ്റ്യൂം, എൻ്റെ കമ്മല്, ഹെയർ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം, കമന്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കമ്മല് ഓക്കെ കണ്ടോ? അതെ, കണ്ടില്ലെങ്കിൽ കണ്ടോളൂ. അപ്പോൾ എൻ്റെ കമ്മല് കണ്ടോ? നേരത്തെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ കണ്ടോ? പിന്നെ അതേപോലെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരുങ്ങിയേക്കണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. കല്യാണത്തിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ റെഡിയായി, ബാക്കി ആൾക്കാരൊന്നും റെഡി ആയിട്ടില്ല. എനിക്കാണ് കുറച്ച് താമസം വരുന്നത്. അപ്പം ഞാൻ റെഡിയായി. ഇനി സോണിയും പിള്ളേരൊക്കെ വരും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ അവിടുത്തെ കാഴ്ചയൊക്കെ എല്ലാം കാണിച്ചു തരാം. അമ്മടെ കഴിഞ്ഞിട്ടാണ് മുടി കെട്ടാൻ. എന്റെ പള്ളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി പപ്പടം കൂടി റെഡിയാകാൻ നടത്തുന്നത്. ഇനി പപ്പയും കൊണ്ട് റെഡിയാണ്. ഇനി അമ്മേ റെഡിയായോ? മുടി കെട്ടിട്ട് വരാം. ഓക്കെ, കിട്ടാനുള്ള സംഭവങ്ങളൊക്കെ എടുത്താൽ വരും. എങ്ങനെ കിട്ടണ്ടേ നോക്കാം. അപ്പൊ ഞങ്ങള് ഇതൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ റെഡിയാകാൻ റെഡിയായി കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ മോള് റെഡിയായി, മോനോട് ചൂടുന്നു, അവൻ ഇറങ്ങാൻ വേണ്ടി പോകാനാണ്. ഞാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈന ഫുൾ സ്യൂട്ടിലായിരുന്നു. അതെ, എല്ലാം കഴിഞ്ഞു. അപ്പോ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ വേണ്ടി പോണേണ്. അപ്പൊ 2 ട്രിപ്പായിട്ടാണ് പോണത്. അപ്പൊ സോണി റെഡിയായിട്ടില്ല. റെഡിയാകാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി പറയണത്, ഇതുവരെ റെഡിയായി കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്ന് നിൽക്കണേന്ന്. അപ്പൊ സോണി റെഡിയാകട്ടെ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെ പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞ് നേരെ കല്യാണത്തിന് വന്നു. ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നല്ല 2 ടൈപ്പ് ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. പിള്ളേർ ഐസ്ക്രീമൊക്കെ കഴിച്ച് എവിടേക്കാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കുറച്ച് വൈകി വന്നപ്പോഴത്തേനും എല്ലാവരും അവിടെ കസിൻസൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് ഇരിക്കുന്നത്. അമ്മച്ചിയുടെ ചേച്ചിമാരും മക്കളും ഇതേപോലെ പരിപാടിക്കൊക്കെ ചെല്ലുമ്പോഴാണ് എല്ലാവരും ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങള് കല്യാണം എത്തി, ഫുഡൊക്കെ കഴിച്ചു. എന്റെ മോനവിടെ കിടന്ന് ക്ഷീണം കൊണ്ട് വയ്യ. അതുകൊണ്ട് പപ്പന് സെൽഫായിട്ട് വീഡിയോ എടുത്തോളാൻ വേണ്ടി പറഞ്ഞു. അവൻ ടയർഡായിട്ട് കിടക്കണേ. പള്ളിയിലത്തെ രാവിലെ അല്ല, ഇന്നലെ അവിടെ തന്നെ ആയിരുന്നു, ഇന്ന് അവിടെ തന്നെ. അതിന്റെ ക്ഷീണമുണ്ട്. പിന്നെ പള്ളിയിലും ഈ പറഞ്ഞ പോലെ പെരുന്നാളിന് പ്രമാണിച്ച് അവിടെ നേരത്തെ സദ്യ ഉണ്ട്. നേരത്തെ സദ്യ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി, സൂപ്പർ ബിരിയാണി ആയിരുന്നു. അതും കഴിച്ചിട്ടാണ് ഇവിടുന്ന് കല്യാണത്തിന് പോയത്. 2 ബിരിയാണി കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ക്യാമറ പിടിക്കാനുള്ള ആവതോലും ഇല്ല. അപ്പൊ അമ്മ ക്ഷീണിക്കണേണ്. ഞങ്ങളെത്തി ക്ഷീണം മാറ്റാൻ വേണ്ടി. അപ്പൊ ക്ഷീണം മാറ്റാൻ വേണ്ടി വൈകുന്നേരത്തെ ബ്ലാക്ക് ടീ എന്തെങ്കിലും എന്താണ് റെഡിയാക്കണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ വീഡിയോ നിർത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കാണിച്ചു തരാം.